ചെയ്യുന്നു. ഇസ്രായേലിൽ രണ്ട് കടലുകളുണ്ട്. ഒന്ന് ചാവുകടൽ, രണ്ട് ഗലീലി കടൽ. രണ്ടും യഥാർത്ഥത്തിൽ തടാകങ്ങളാണ്. ഇത് രണ്ടും സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെള്ളം വന്ന് ഒഴുകി ഇതിലേക്ക് വരുന്നു. രണ്ട് കടലിലേക്കും വെള്ളം വന്ന് വീഴുന്നു. എന്നാൽ ഗലീലി കടലിൽ മാത്രമേ മത്സ്യവും മറ്റ് സമ്പത്തുകളുമുള്ളൂ. ചാവുകടലിൽ ഒന്നുമില്ല. എന്തുകൊണ്ടാണിത്? ഒന്ന്, ഗലീലി കടലിൽ വരുന്ന വെള്ളം അത് പുറത്തേക്ക് ഒഴുകിപ്പോകുന്നുണ്ട്. ജോർദാൻ നദിയിലൂടെ അത് ചാവുകടലിലേക്ക് പോകുന്നുണ്ട്. അതായത് വരുന്ന വെള്ളം അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ചാവുകടലിൽ വരുന്ന വെള്ളം അവിടെ തന്നെ കെട്ടിക്കിടക്കുന്നു. അത് പുറത്തേക്ക് പോകാനുള്ള ഒരേ ഒരു സാധ്യത ബാഷ്പീകരിച്ചാണ് മാത്രം. അങ്ങനെ ബാഷ്പീകരിച്ച് പോകുമ്പോൾ എന്ത് പറ്റുന്നു? വെള്ളത്തിൻ്റെ സാന്ദ്രത കൂടുന്നു, ഉപ്പ് കൂടുന്നു, അതിൻ്റെ ജീവജാലങ്ങളില്ല. ഇതിൽ നിന്നും നമ്മൾക്ക് പഠിക്കാൻ ഒരു പാഠമുണ്ട്. നമ്മൾക്ക് കിട്ടുന്നത് മുഴുവൻ കൊടുത്താൽ നമ്മളിൽ ജീവനുണ്ടാകും. ഈ കിട്ടുന്നത് മുഴുവൻ നമ്മളിങ്ങനെ ശേഖരിച്ചു വെച്ചാൽ ഒരിക്കലും നമ്മളിൽ ജീവനുണ്ടാകില്ല. തന്നോട് ഉടുപ്പ് ചോദിക്കുന്നവനോട് മേലങ്കി കൂടി കൊടുക്കുവാനാണ് യേശു പറയുന്നത്. 1 മൈൽ ദൂരെ പോകാൻ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ പോകുക. ചോദിക്കുന്നവന് എപ്പോഴും കൊടുക്കുക. എത്രയാണോ നമുക്ക് എന്ത് ലഭിച്ചാലും, അത് സമ്പത്തായിക്കോട്ടെ, സ്നേഹമായിക്കോട്ടെ, അറിവായിക്കോട്ടെ, അത് കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മളിൽ ജീവനുണ്ടാകും.